എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഔഷധ ഗുണമുള്ള തോരനാണ് ഉണ്ടാക്കുന്നത്. തകരയില തോരൻ. മഴ പെയ്യുമ്പോൾ നമ്മുടെ പറമ്പിലും പാടത്തൊക്കെ ധാരാളമായിട്ട് ഒരു പരിചരണവുമില്ലാതെ മുളച്ചു വരുന്ന ഒന്നാണ് ഈ തകര. ഇതിൻ്റെ പൂവിന് ഒരു മഞ്ഞ കളറായിരിക്കും. തകരയുടെ ഇലയെല്ലാം പറമ്പിൽ നിന്ന് പറിച്ചെടുത്തു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് അരമണിക്കൂർ വെള്ളത്തിലൊന്ന് മുക്കി വെക്കാം. അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത തകര പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ചർമ്മരോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് തകര ഇല. അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. 1 മുറി തേങ്ങ, 5 ചുമന്നുള്ളി, 4 വെളുത്തുള്ളി അല്ലി, 2 പച്ചമുളക് മുറിച്ചിട്ടു, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ചതച്ചെടുത്തു. അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചതച്ചെടുത്ത തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് 2 ചുമന്നുള്ളി അരിഞ്ഞതും, ഒരു വറ്റൽമുളകും, 2 കറിവേപ്പിലയും ചേർത്ത് മൂത്ത് വരുമ്പോൾ നമ്മുടെ ഇലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വേവുന്നതിന് വേണ്ടി 2 ടീസ്പൂൺ വെള്ളം കൂടി ഒന്ന് തളിച്ചു കൊടുക്കാം. ഇനി തട്ടിപ്പൊത്തി മൂടി വെക്കാം. എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കണും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ കിട്ടുന്നതായിരിക്കും. തുറന്ന് നോക്കാം. തോരനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റൊക്കെ നോക്കാം. അല്പം ഉപ്പ് കൂടെ കുറവുണ്ട്. ഉപ്പും ചേർത്ത് മൂടി വെക്കാം. 10 മിനിറ്റ് കൊണ്ട് തോരൻ റെഡിയാവും. തകരയില ധാരാളം വൈറ്റമിൻ ഉണ്ട്. ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കാം. തുറന്ന് നോക്കാം. തകരയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഒരു പരിചരണമില്ലാതെ പ്രകൃതി തരുന്ന ഔഷധ സസ്യമാണ് തകര. കർക്കിടക മാസത്തിലെ പത്തില തോരനിൻ്റെ പ്രധാനപ്പെട്ട ഒരിലയാണ് തകരയില. വളരെ സുലഭമായിട്ട് പാടത്തും പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഈ തകരയില നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.